രാജകുമാരി പഞ്ചായത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകളുണ്ടെന്നും ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷനിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി പഞ്ചായത്തിലെ 16, 17, 18, 19, 20 ബൂത്തുകളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 100-ലധികം വോട്ടർമാർക്ക് തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 86, 87, 88, 210, 216, 217, 338 പട്ടികയിൽ പേരുള്ളവരാണ്. SIR പ്രകാരം സത്യവാങ്മൂലം നൽകിയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച 2 സംസ്ഥാനത്തും വോട്ടർ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടെന്നത് കൂടാതെ 2 ആധാർ കാർഡുകളും ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നതും ഇത് ക്രിമിനൽ കുറ്റമാണെന്നുമാണ് കോൺഗ്രസിന്റെ പരാതി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 16, 17, 18, 19, 20 എന്നീ ബൂത്തുകളിൽ SIRന്റെ ഫൈനൽ പട്ടിക വന്നപ്പോൾ ആ പട്ടികയിൽ പേരുള്ള പലർക്കും തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ബോഡി നായ്ക്കന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 78, 86, 87, 88, 217, 210, 216, 338 എന്നീ ബൂത്തുകളിലെ അവിടുത്തെ SIRന്റെ ഫൈനൽ പട്ടികയിൽ പേരുള്ളവരാണ്. SIR പ്രകാരം ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് നിയമപരമായ കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് ഒരു വോട്ട്, അതേ ഉള്ളൂ. പക്ഷേ ഇത് 2 സ്ഥലത്തും പേർക്ക് വോട്ടവകാശം നേടിയെടുത്തിരിക്കുകയാണ്. അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇതിനായി നിരവധി തവണ ഞങ്ങൾ കരട് പട്ടിക വന്നപ്പോൾ മുതൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. ഇലക്ഷൻ അടുത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ഫൈനൽ പട്ടിക കിട്ടിയത്. ആയതിനാൽ നമുക്കിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കഴിയാതെ അവർക്കൊരു നടപടിക്രമങ്ങളിലേക്ക് പോകില്ല എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയത്. ആയതിനാൽ റിട്ടേണിംഗ് ഓഫീസറെ കാണുകയും റിട്ടേണിംഗ് ഓഫീസർ അതിന് ഭാഗമായി പോളിംഗ് ഓഫീസർമാർക്ക് ഈ ക്രമ നമ്പറുകൾ മാർക്ക് ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോളിംഗ് ബൂത്തുകളിൽ വരുന്ന അവരോട് വോട്ട് ചെയ്യുന്നവരെ മാർക്ക് ചെയ്തിട്ട് അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനാണ് കിട്ടിയ നിയമോപദേശം. അതനുസരിച്ചിട്ട് ഞങ്ങൾ ക്രിമിനൽ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രസ്തുത വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും അതുപ്രകാരം പോളിംഗ് ബൂത്തുകളിൽ റിട്ടേണിംഗ് ഓഫീസർമാർക്കും ബൂത്ത് ഓഫീസർമാർക്കും ക്രമനമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആദ്യം വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ വോട്ട് നിലനിർത്തി മറ്റേ വോട്ടർ പട്ടികയിലെ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതും തെറ്റായ സത്യവാങ്മൂലം നൽകി ഇരട്ട വോട്ടുകൾ ചേർത്തതിന് വോട്ടർമാരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയ നിർദ്ദേശമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, ബോസ് പൊത്തയ്യത്ത്, സുനിൽ വാരിക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.